നിങ്ങളെല്ലാം ഒത്തുചേർന്നിരിക്കുന്നത് ഈ ഗുരുധർമ്മ പ്രചാരണ സഭയും ശിവഗിരിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പഠന ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ഒത്തുചേരലിനാണ്. നമ്മുടെ സമൂഹം വളരെ സങ്കീർണമാണ്. സത്യത്തിൽ ഈ സങ്കീർണമായ സമൂഹം നമുക്ക് പരിഹരിക്കാനൊക്കാത്ത സങ്കടങ്ങൾ കൊണ്ടുവരുമ്പോഴാണ് ഒരു പ്രവാചകനെയോ ഒരു വലിയ മനുഷ്യസ്നേഹിയായ മനുഷ്യനെയോ അതേ അർത്ഥത്തിൽ മനുഷ്യനെ ഭരിക്കാൻ കഴിയുന്ന, നിയന്ത്രിക്കാൻ കഴിയുന്ന, നയിക്കാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയൊക്കെ മനുഷ്യനെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ മനുഷ്യനെ ആഗ്രഹിച്ച ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവരുടെ മനസ്സിലെ സങ്കടങ്ങൾ മാറ്റാനും വെളിച്ചം പരത്താനും മുന്നോട്ട് നടത്താനും ജനിച്ച രണ്ട് പേരാണ് ഈ ആധുനിക കാലത്തെ ഗുരുദേവനും മഹാത്മാഗാന്ധി. അപ്പോൾ അവർ സാധാരണഗതിയിൽ അങ്ങനെയുള്ളവർ കണ്ടുമുട്ടാറില്ല. എന്നാൽ അവർ കണ്ടുമുട്ടിയിട്ടുണ്ട്. അവരിന്നായിരുന്നെങ്കിൽ, ഇന്ന് അവർ ജീവിച്ച കാലത്തേക്കാൾ അതേ സങ്കടങ്ങളല്ല, മറ്റൊരുപാട് തരത്തിലുള്ള സങ്കീർണങ്ങളായ സങ്കടങ്ങൾ മനുഷ്യനുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇന്നവർ വന്നിരുന്നെങ്കിൽ എന്തൊക്കെയായിരിക്കും ചർച്ച ചെയ്യുക? ഏതൊക്കെ കാര്യങ്ങൾക്കായിരിക്കും പരിഹാരം കാണാൻ ശ്രമിക്കുക? അതിനെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ഭാവനയാണ്. അത് ഒരുപക്ഷെ ഭാവിയിൽ സംഭവിച്ചേക്കാം. പക്ഷേ അത് കേരളത്തിലെയും ഇന്ത്യയിലെയും മനുഷ്യരുടെ ഒരു ആഗ്രഹമാണ്. ഈ ജനാധിപത്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ സാധ്യമാകുമെന്നതാണ്. പക്ഷെ ആധുനിക കാലത്ത് അത്തരം ആഗ്രഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പിന്തിരിപ്പൻ സ്വഭാവമുള്ള, സ്വാർത്ഥ സ്വഭാവമുള്ള ഭരണകൂടങ്ങളും നേതൃത്വങ്ങളും പരമാവധി പരിശ്രമിക്കും. ഇതിനെ അതിജീവിച്ച് വേണം ആ സ്വഭാവമുള്ള രണ്ടുപേർ ജനിക്കാനും എവിടെയെങ്കിലും ഒത്തു കാണാനും. അപ്പോൾ അത് പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്നാലും ചരിത്രം അത്തരം പ്രയാസങ്ങൾക്ക് വേദി ഒരുക്കിയ, അസാധ്യമെന്ന് കരുതുന്നതിനെ സാധ്യമാക്കിയ സന്ദർഭങ്ങൾ ഒരുപാട് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാണാതെ പോയവരുമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ത്യ കണ്ട രണ്ട് വളരെ വലിയ മനുഷ്യരായിരുന്നു. ഒന്ന് സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധി. അവരൊരേ സമയത്ത് ജീവിച്ചിരുന്നവരാണ്. പക്ഷെ അവർ തമ്മിൽ കണ്ടില്ല. വിവേകാനന്ദൻ കൽക്കട്ടയിൽ കുറച്ച് ആരോഗ്യമൊക്കെ കുറഞ്ഞ് ജീവിക്കുന്ന കാലത്ത് മഹാത്മാഗാന്ധി ആകുന്നതിന് മുമ്പ് അദ്ദേഹം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിരുന്ന സമയത്ത് വിവേകാനന്ദൻ അന്നും വളരെ പ്രസിദ്ധിയിൽ ഉയർന്നതിൻ്റെ പരമാവധിയിൽ നിന്ന കാലമാണ്. അദ്ദേഹം മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വിവേകാനന്ദനെ കാണാൻ പോയി. പക്ഷെ അദ്ദേഹം അസുഖമായി അകത്ത് വിശ്രമിക്കുകയായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യ നിവേദിതയ്ക്ക് ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ മഹത്വം വേണ്ടത്ര മനസ്സിലായില്ല. അവർ കാണേണ്ടുന്ന ഒരു ആവശ്യകതയും മനസ്സിലായില്ല. അതുകൊണ്ട് വിവേകാനന്ദൻ്റെ ആരോഗ്യ സംരക്ഷണാർത്ഥം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വിവേകാനന്ദനെ കാണാൻ അനുവദിക്കാതെ പറഞ്ഞു വിട്ടു.
ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, അവർ രണ്ടുപേരും കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷേ കുറച്ചുകൂടെ വ്യക്തമായ ചില ആശയധാരണകൾ രാജ്യത്തുണ്ടാകുമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം എല്ലാവരെയും കാണാൻ ശ്രമിച്ച ആളാണ്. ശ്രീനാരായണ ഗുരുവും താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിലനിൽക്കുന്ന തെറ്റുകളെ ഇല്ലാതാക്കുന്നതിന് താഴെത്തട്ടിലെ മനുഷ്യനും മുകൾ തട്ടിലെ മനുഷ്യനും കൈകോർക്കേണ്ടത് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞയാളാണ്. മഹാത്മാഗാന്ധി 1915 അദ്ദേഹത്തിൻ്റെ ഗുരുവെന്ന് വിശ്വസിക്കുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെത്തുന്നത്. അന്ന് ഇന്ത്യയിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. മതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന ഹിന്ദു മഹാസഭയാണ്. ഇത് രണ്ടും വലിയവർക്കിടയിൽ മാത്രം നിന്ന പ്രസ്ഥാനമാണ്. ബാലഗംഗാധര തിലകൻ കോൺഗ്രസിനെ കുറച്ച് ജനകീയമാക്കാൻ പട്ടണങ്ങളിലെങ്കിലും ഒരു ശ്രമം നടത്തിയെങ്കിലും വലിയ തരത്തിൽ അത് ജനകീയമായില്ല. അതെല്ലാം അറിയാവുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിയെ ക്ഷണിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. മഹാത്മാഗാന്ധിക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ പ്രസ്ഥാനമെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച് ഇംഗ്ലീഷ് പറയുന്നവരുടെയും കൊട്ടാരങ്ങളിൽ ജീവിക്കുന്നവരുടെയും പ്രഭു കുടുംബങ്ങളിൽ കഴിയുന്നവരുടെയും വലിയ വേഷമിട്ട് നിൽക്കുന്നവരുടെയും വല്ലപ്പോഴും ഏതെങ്കിലും വലിയ വീട്ടിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നിലകളിൽ മധുരം കഴിച്ച് ചായ കുടിച്ച് അത്യാവശ്യം നട്ട്സും കുറിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് ഇംഗ്ലീഷിലൊരു നിവേദനം തയ്യാറാക്കി അവരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നവരുടെയും സംഘടനയാണ്. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് ചെറിയ പരിമിതിയേ ഉള്ളൂ. അവർക്ക് ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഉദ്യോഗങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, അവരോട് സംസാരിക്കാനുള്ള അവസരമുണ്ട്, നടക്കാൻ വഴിയുണ്ട്. അവർക്ക് മറ്റാധുനിക സൗകര്യങ്ങളുടെ പല വിധത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. ഒറ്റ കുറവേ അവർക്കുള്ളൂ, അത് ഈ രാജ്യത്തെ ഭരിക്കാനുള്ള അവകാശം അവർക്ക് ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടില്ല. മഹാത്മാഗാന്ധി ആലോചിച്ചത്, അവർക്കല്ല സ്വാതന്ത്ര്യം വേണ്ടത്, സ്വാതന്ത്ര്യം വേണ്ടത് ഒരു ജനതയ്ക്കാണ്. ആദ്യമായി ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ഇന്ത്യയിൽ അദമ്യമായി ആഗ്രഹിച്ച മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കാൾ പ്രായം ഒരുപാടുണ്ടായിരുന്ന, പ്രതിഭയുണ്ടായിരുന്ന, ഇന്ത്യക്ക് നോബൽ പ്രൈസ് സാഹിത്യത്തിലൂടെ കൊണ്ടുവന്ന രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തെ മഹാത്മജി എന്ന് വിളിച്ചത്. അതൊരു അംഗീകാരമാണ്, വെറും അംഗീകാരമല്ല, ഒരു ലോക അംഗീകാരമാണ്. ആ മഹാത്മാഗാന്ധി ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത് കൊണ്ടാണ് അദ്ദേഹം ട്രെയിനിലെ 3-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ സഞ്ചരിച്ചത്. കാരണം അവിടെയാണ് ജനതയുടെ ഒരു പങ്ക് സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേഷത്തിൽ മാറ്റം വരുത്തിയത്, ഒരു സായിപ്പിൻ്റെ വേഷത്തിൽ നിന്നാൽ മനുഷ്യന് കാണാൻ ഒരു ഭയമുണ്ടാവും, ഭയം കലർന്നൊരു ബഹുമാനമുണ്ടാവും. അത് പാടില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ ദരിദ്ര കർഷകൻ്റെ വേഷം അദ്ദേഹം സ്വീകരിച്ചു. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി. അദ്ദേഹം ഇന്ത്യയുടെ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ചർക്ക എടുക്കാൻ പറഞ്ഞത്. അല്ലാതെ ഖദറിട്ട് നടക്കുന്ന മനുഷ്യൻ്റെ സൗന്ദര്യം കൂടുമെന്നോ അത് ഇന്ത്യയോട് പൊരുത്തപ്പെടുമെന്നോ കരുതിയല്ല. അതൊരു വ്യവസായത്തിൻ്റെ സംരക്ഷണമാണ്. കൃഷി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യരെന്ന് ജീവിച്ചിരുന്നത് നെയ്ത്ത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ഒരാൾ, അദ്ദേഹം ഇന്ത്യയിലെ
സ്വാതന്ത്ര്യം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ അജണ്ടയാക്കി. ആ സ്വാതന്ത്ര്യം ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആ സമയത്താണ് വൈക്കത്ത് ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലൂടെ മനുഷ്യന് നടക്കാൻ അവകാശമില്ല. മഹാഭൂരിപക്ഷം വൈക്കത്ത് ജീവിക്കുന്ന അധ്വാനിക്കുന്ന മനുഷ്യന് വൈക്കം ഒരു സമതല പ്രദേശമാണെങ്കിലും ജലസ്പർശമുള്ള പ്രദേശമാണെങ്കിലും ആ പ്രദേശത്ത് ഭൂമിയിൽ ഒരു സമത്വമുണ്ട്. ഭൂമിയിൽ ആർദ്രമായ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പക്ഷേ ആ ഭൂമിയുടെ അവകാശിയായ തമ്പുരാക്കന്മാരായ മനുഷ്യരുടെ ഉള്ളിൽ സമത്വബോധമോ ആർദ്രതയോ ഉണ്ടായിരുന്നില്ല. ആ പ്രശ്നം ടി കെ മാധവനാണ്. ടി കെ മാധവൻ ഒരേ സമയം SNDPയുടെയും അതേസമയം കോൺഗ്രസിൻ്റെയും നേതാവായിരുന്നു. ടി കെ മാധവനാണ് ആ പ്രശ്നം ഗാന്ധിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അവിടെ ടി കെ മാധവൻ്റെ ഒരു ദീർഘവീക്ഷണം പ്രസക്തമാണ്. ടി കെ മാധവൻ അതിന് ആശയവ്യക്തത വരുത്തിയത് ശ്രീനാരായണ ഗുരുവുമായാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്? അപ്പോൾ അന്നുള്ള ഇന്ത്യയിലെ രാജ്യം അംഗീകരിക്കുന്ന ബ്രിട്ടീഷുകാർ കൂടി അംഗീകരിച്ചില്ലെങ്കിലും അവർക്ക് അംഗീകരിക്കേണ്ടി വന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. അതിൻ്റെ ആരും ചോദ്യം ചെയ്യാത്ത നേതാവ് ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന പിന്നെ മഹാത്മജിയായ മനുഷ്യനാണ്. അപ്പോൾ ടി കെ മാധവനും KP കേശവമേനോനും അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവരും ആലോചിച്ചത് ഗാന്ധിയുടെ അനുഗ്രഹം കൂടി വേണം, കോൺഗ്രസ് സമരം ഏറ്റെടുക്കണം. അത് സത്യത്തിൽ നമുക്കിപ്പോൾ ആർക്കും എവിടെയും സമരം ചെയ്യാം എന്നത് നമ്മുടെ ഒരു ബോധമാണ്. പക്ഷെ ആ സമരം ലോകം ശ്രദ്ധിക്കണമെങ്കിൽ, രാജ്യം ശ്രദ്ധിക്കണമെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ഏറ്റവും പ്രബലമായ സംഘടനയുടെ പിന്തുണയോടുകൂടി ആ സമരം ആരംഭിക്കണം. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ പോയി മഹാത്മാഗാന്ധിയെ വ്യക്തിപരമായി കണ്ട് മഹാത്മാഗാന്ധിയുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ടി കെ മാധവൻ തന്നെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുമായി ആലോചിച്ച് ഒരു ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചു. അത് കഴിഞ്ഞാണ് മഹാത്മാഗാന്ധി ഒരു നിർദ്ദേശമേ വെച്ചുള്ളൂ, അത് ഏത് സമരവും സമാധാനപരമായിരിക്കും. സമാധാനപരമല്ലാത്ത ഏത് സമരത്തിൻ്റെയും ഫലം എന്തായിരുന്നാലും അത് സസ്റ്റെയിൻ ചെയ്യല്ല. സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഏത് സമരത്തിനും ഒരു മാതൃഭാവമുണ്ടായിരിക്കണം. മക്കളെ അടിക്കുന്നത് പോലും അടിച്ചെന്ന് തോന്നാതെ അടിക്കണം. അത് മഹാത്മാഗാന്ധിയുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് അമ്മ അടിച്ചാൽ കൊച്ചിന് തക്കാലം നൊന്താലും മുറിവുണ്ടാവില്ല എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ എല്ലാ അമ്മമാരെയും നമുക്കങ്ങനെ കരുതാൻ പറ്റുകയില്ല. എന്നാലും അതൊരു ഗാന്ധിയൻ സമീപനമായിരുന്നു. സമരം എന്ന് പറയുന്നത് ഒരാളിൻ്റെ മനസ്സിൽ അയാൾ ചെയ്ത തെറ്റ് ബോധ്യപ്പെടും വിധമാവണം. ശ്രീനാരായണ ഗുരുവും ആ കാര്യത്തിൽ ഗാന്ധിയോടൊപ്പം ചേർന്ന മനസ്സിനെ തിരുത്തുകയാണ് ആവശ്യമായ തരത്തിൽ സസ്റ്റെയിൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ തിരുത്തലെന്നറിയാവുന്നയാളായിരുന്നു. അപ്പോൾ സമരം സമാധാനപരമായിരിക്കണം, അത് ക്ഷമയോടെ ആയിരിക്കണം. പ്രകോപനം നമ്മൾ സമരം ചെയ്യുന്ന ഏത് കാര്യത്തിനാണോ അതിൻ്റെ അധികാരികൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അത് പെടാത്തവരായിരിക്കണം. വികാരം സമരത്തിൽ കലർത്താതിരിക്കണം. വിവേകം എപ്പോഴും സമരത്തിൻ്റെ മുന്നിൽ നിന്ന് നയിക്കണം. ഇതൊക്കെ ഗാന്ധിയൻ സമരങ്ങളുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ലോകത്ത് ഗാന്ധി ഒരു അത്ഭുതമായത്. അപ്പം ഇതെല്ലാം അംഗീകരിച്ചാണ് ടി കെ മാധവനും KP കേശവമേനോനും സമരം ചെയ്യുന്നത്. അന്ന് ഗാന്ധി പറഞ്ഞ ഒരു തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് ഇപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അത് ഗാന്ധി പറഞ്ഞത്, ആ സമരത്തെ സഹായിക്കാൻ സിഖുകാർ വന്നു, ആ സമരത്തെ സഹായിക്കാൻ ക്രിസ്ത്യാനികൾ വന്നു,
ആ സമരത്തെ സഹായിക്കാൻ മുസ്ലിങ്ങൾ വന്നു. അപ്പോൾ ഗാന്ധി പറഞ്ഞത്, നിങ്ങൾക്കെല്ലാം വാളണ്ടിയർ വർക്ക് ചെയ്യാം, സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല. സമരം ഹിന്ദു എന്ന് വിശ്വസിക്കുന്ന, ഉയർന്നവരെന്ന് ധരിക്കുന്ന ചിലർ, അവർ താഴ്ന്നവരോട് കാണിക്കുന്ന അനീതിക്ക് ആ താഴെത്തട്ടിലെ മനുഷ്യനും മുകൾ തട്ടിലെ ഹിന്ദുക്കളും ഇത് തിരുത്തണമെന്ന് ആഗ്രഹിച്ച് നടത്തുന്ന സമരമാണ്. അതിൽ പങ്കുചേരുന്നത് അവരെയാകാവൂ, ബാക്കിയുള്ളവർ സഹായിക്കുകയേ ചെയ്യാവൂ. അത് വിമർശിക്കപ്പെട്ടൊരു കാര്യമാണ്, ബാക്കിയുള്ളവർക്ക് പങ്കു. പക്ഷേ മഹാത്മാഗാന്ധിയുടെ പ്രത്യേകതയുണ്ട്, മഹാത്മാഗാന്ധി പറഞ്ഞാൽ പിന്നെ തിരുത്തുകയില്ല, അതുകൊണ്ട് അത് അംഗീകരിക്കപ്പെട്ടു. അങ്ങനെയാണ് നടപ്പാക്കിയത്. പക്ഷേ സിഖുകാരിവിടെ വന്നു. അവരോട് ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ മറ്റല്ല, പാചകം ചെയ്യുക, കൊടുക്കുക, വൃത്തിയാക്കുക, റോഡും മറ്റുമൊന്നും അശുദ്ധമാകാതെ നോക്കുക. ഈ മാലിന്യ സംസ്കരണത്തിലെല്ലാം ലോകത്തിൻ്റെ തന്നെ ഒരു മാതൃക മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ആ സമരം മുന്നോട്ട് പോയി. സമരം മുന്നോട്ട് പോയപ്പോഴും ഈ സവർണ ബോധം, ഈ ജാതിബോധത്തിൻ്റെ വെളുപ്പും കറുപ്പുമായി അകത്ത് സൂക്ഷിക്കുന്ന വൈക്കത്തെ, പ്രത്യേകിച്ച് ഇണ്ടൻ തുരുത്തി മനയിലെ തമ്പുരാന് മനസ്സിലൊരു മാറ്റം ഉണ്ടാവില്ല. ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ നടക്കാൻ മാത്രമാണ്, ക്ഷേത്രത്തിനകത്ത് കടക്കാനല്ല. സത്യത്തിൽ ശിവനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ക്ഷേത്രത്തിനകത്ത് കടക്കാൻ ശിവനൊരു തടസ്സമില്ല. കാരണം ശിവദേവതാ സങ്കല്പം എന്ന് പറയുന്നത് അത് ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ പ്രതിഷ്ഠയിലും അതുമായി കൃത്യമായ ഒരു കാര്യമുണ്ട്. അത് ആര്യസങ്കല്പമല്ല, അതിന് മുമ്പുള്ള സങ്കല്പമാണ്. ആര്യന്മാർക്ക് മുമ്പ് സിന്ധു നദീ തീരത്ത് ജീവിച്ചിരുന്ന ഇന്ത്യയിലെ വിശാലമായ പ്രദേശത്ത്, ഗുജറാത്ത് മുതൽ ഹിമാചൽ പ്രദേശും UPയും ഒക്കെ കഴിയുന്ന ഇന്നത്തെ പാകിസ്ഥാൻ ഏതാണ്ട് മുഴുവനുള്ള ഒരു പ്രദേശത്ത് നിലനിന്ന ഒരു വലിയ കാർഷിക സംസ്കാരത്തിൻ്റെ സമത്വപൂർണമായ നന്മയുടെ കൊടിപാറിയ മനുഷ്യത്വത്തിൻ്റെ ലോകം കണ്ട ഏറ്റവും വലിയ സമാധാന ജീവിത ഭംഗിയാണ് ഈ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയും. അങ്ങനെ വിളിച്ചത് സിന്ധു നദീതടം എന്നാണെങ്കിലും അത് സിന്ധുവിൻ്റെ മാത്രമല്ല, അത് വലിയ, ലോകത്ത് പല സംസ്കാരങ്ങളുണ്ടെങ്കിലും ഏറ്റവും വിശാലമായ പ്രദേശത്ത് യുദ്ധങ്ങളില്ലാതെ സമാധാനപരമായി ആണും പെണ്ണും തുല്യതയോടെ കഴിഞ്ഞിരുന്ന ഏക സംസ്കാരമാണ്. അന്ന് ചിലരെങ്കിലും പറയുന്നത് ആണിനേക്കാൾ മേന്മ പെണ്ണിനുണ്ടായിരുന്നു. ഒരു സമാധാന ജീവിതം നയിക്കുന്നിടത്ത് അങ്ങനെയാണ്, പെണ്ണായിരിക്കും മുന്നിൽ. അമ്മയാണ് ഏറ്റവും വലിയ പവിത്രമായ മനുഷ്യ സങ്കല്പത്തിലെ മൂർത്തരൂപം. പക്ഷെ യുദ്ധം തുടങ്ങിയാൽ അമ്മമാരുടെ അധികാരം പോവും, പെണ്ണ് പിന്നിലാവും, ആയുധമെടുത്തവൻ മുന്നിലാവും. സത്യത്തിൽ ലോകത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുന്നത്, ഇപ്പം അനിതയൊക്കെ ഇരിപ്പുണ്ട്, ഈ ചരിത്രം പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ ചരിത്രമാണ്. യുദ്ധത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ ആണിൻ്റെ ചരിത്രം പറയേണ്ടി വരും. ജീവിതത്തിൻ്റെ ചരിത്രം സമാധാനത്തിൻ്റെ ചരിത്രമാണ്. ജീവിതത്തിൻ്റെ ചരിത്രം പഠിപ്പിച്ചാൽ അമ്മയുടെ ചരിത്രം, പെണ്ണിൻ്റെ ചരിത്രം പറയേണ്ടി വരും. സത്യത്തിൽ ചരിത്രം തെറ്റായി പഠിപ്പിക്കുന്നു എന്ന ഒരു കുറ്റം നമുക്കുണ്ട്. മഹാത്മാഗാന്ധി അതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ സമരത്തെ കാണാനും അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനുമാണ് മഹാത്മാഗാന്ധി വൈക്കത്ത് വരുന്നത്. വരുമ്പോൾ അദ്ദേഹത്തിന് ഈ സമരത്തിന് ആധാരമായ ആശയങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ രൂപപ്പെട്ടതെന്നും എങ്ങനെയാണതൊരു വെളിച്ചമായി താഴെത്തട്ടിലെ മനുഷ്യർക്കിടയിലേക്ക് തങ്ങൾക്കും ഒരു അന്തസ്സും അഭിമാനവും വേണമെന്നവർക്കൊരു ചിന്തയുണ്ടായതെന്നും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അന്വേഷിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടെന്നും ആ മനുഷ്യൻ്റെ ചിന്തകളാണ് താഴെത്തട്ടിലെ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു രാഷ്ട്രീയ ബോധവും മാനവിക ബോധവും വളർത്തിയതെന്നും അവർക്ക് സ്വയം അവരെ പ്രകാശിപ്പിക്കാനുള്ള അവരുടെ ഉള്ളിൽ ഒരു വിളക്കുണ്ടെന്നും
ഒരു സൂര്യനുണ്ടെന്നും അതൊന്നുദിക്കണമെന്നും അവർക്ക് തോന്നിയത് ഇങ്ങനെ ഒരാളിൻ്റെ ആശയങ്ങളുടെ പ്രചരണം കൊണ്ടാണെന്ന് മനസ്സിലായി. അപ്പം അദ്ദേഹം രാജഗോപാലാചാരി ഉൾപ്പെടെയുള്ളവരോട്, തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, അദ്ദേഹത്തെ ഒന്ന് അറിയണം, പഠിക്കണം, അദ്ദേഹത്തെ കാണണം. ഞാൻ വൈക്കത്തെത്തുമ്പോൾ എനിക്ക് അദ്ദേഹം താമസിക്കുന്നിടത്തെത്തി അദ്ദേഹത്തെ കാണാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. അതിലൊരു പ്രത്യേകത കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് തീർച്ചയായിട്ടും ഇന്ത്യ ആകെ അറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യനായി ഈ 24-25 കാലം എത്തുമ്പോൾ ഗാന്ധി മാറിയിരുന്നു. ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. അപ്പം അദ്ദേഹത്തിന് വേണമെങ്കിൽ ശ്രീനാരായണ ഗുരുവിന് അവിടെ വൈക്കത്തെ സമരം നിയന്ത്രിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കാനും ശിവഗിരിയുമായി ബന്ധമുള്ള ശ്രീനാരായണ ഗുരുവുമായി ബന്ധമുള്ള ഒരു ആശ്രമമാണ് ഉണ്ടായിരുന്നത്. വേണമെങ്കിൽ മഹാത്മാഗാന്ധിക്ക് ശ്രീനാരായണ ഗുരു അവിടെ വന്നാൽ അവിടെ വെച്ച് കാണാം എന്നറിയിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അപ്പം മഹാത്മാഗാന്ധിയുടെ ജനാധിപത്യ ബോധത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇവിടെ വന്ന് തന്നെ കാണണം, അവിടെ വെച്ച് കാണാൻ പാടില്ല. അതിൽ ഒരു കാര്യം, ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയേക്കാൾ 14 വയസ്സ് കൂടുതലുള്ള ആളാണ്. ശ്രീനാരായണ ഗുരു ജനിച്ചത് 55-ലാണ്, മഹാത്മാഗാന്ധി ജനിക്കുന്നത് 69-ലാണ്. ഈ പ്രായമായവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കണമെന്നുള്ള ഒരു ഇന്ത്യൻ ബോധം എല്ലാ കാലത്തും നിലനിർത്തിയിരുന്ന ഒരാളാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് കാണും എന്ന അറിയിപ്പ് കൊടുത്ത് അതിനാവശ്യമായ ഒരുക്കങ്ങൾ ഗുരു ശിവഗിരിയും ഇവിടെ നടത്തി. അങ്ങനെയാണ് ആ കൂടിക്കാഴ്ച ശിവഗിരിയിലാവുന്നത്. അതാണ് 1925 മാർച്ച് മാസം 12-ാം തീയതി ഇവിടെ നടന്നത്. അതിനു മുമ്പ് അദ്ദേഹം 9-ാം തീയതി വന്ന് 10-ാം തീയതി വൈക്കത്ത് ഈ ഇണ്ടംതുരുത്തി മനയിലെ തമ്പുരാനെ കണ്ടു. മഹാത്മാഗാന്ധി ബോട്ടിൽ വന്നവിടെ ഇറങ്ങുമ്പോൾ ഈ വേമ്പനാട്ട് കായൽ പോലെ അതിൻ്റെ കരയിൽ ഒരു മനുഷ്യരുടെ കായലുണ്ടായിരുന്നു. അവിടുത്തെ ഓരോ തുള്ളി ജലത്തിനും പകരം ഓരോ മനുഷ്യനും ഇങ്ങനെ നിറഞ്ഞു തിന്ന് ഗാന്ധിയെ കാണാൻ പറ്റാത്തവർക്ക് തെങ്ങിൽ കയറിയിരുന്ന് കാണാൻ, വേറെ മരത്തിൽ കയറിയിരുന്ന് കാണാൻ, അത്ര വലിയ ജനസഞ്ചയമായിരുന്നു. പക്ഷേ അപ്പോഴും ആ ജനത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യനെ വെറുക്കപ്പെട്ട മനുഷ്യനായി കണ്ടത് ഈ ഇണ്ടംതുരുത്തി മനയിലെ തമ്പുരാനാണ്. അതാണ് ഈ ജാതിബോധത്തിൻ്റെ ഒരു പ്രത്യേകത. ജാതിബോധം നമ്മുടെ കാഴ്ചയെ ഇല്ലാതാക്കും. നമുക്ക് കണ്ണുണ്ട്, പക്ഷേ മനുഷ്യനെ കാണാനുള്ള നമ്മുടെ കാഴ്ചയെ ജാതിബോധം ഇല്ലാതാക്കും. അത് മധുരയിലെ അരവിന്ദിൽ പോയി ചികിത്സിച്ചാലും തിരിച്ചു കിട്ടുകയില്ല. ലോകത്ത് ഒരു ഡോക്ടർക്കും അത് ആ തിമിരം മാറ്റാനുള്ള ചികിത്സ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. അത് വിജയകരമായി കണ്ടെത്താനുള്ള ഒരു പരിശ്രമമാണ് ശ്രീനാരായണ ഗുരു നടത്തിയത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ ആ ആള് ഇരിക്കുന്നിടത്ത് പോയി കാണണമെന്ന് മഹാത്മാവായ, അന്നേ അദ്ദേഹം മഹാത്മാവാണ്, പിന്നെയാണ് അദ്ദേഹത്തിന് മഹാത്മജി എന്ന പേരൊക്കെ വരുന്നതെങ്കിലും, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നിശ്ചയിച്ചു. അദ്ദേഹം ഇണ്ടംതുരുത്തി മനയിലെ തമ്പുരാനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോഴാണ് തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ ജാതി ഏതെന്ന് അന്വേഷിച്ചത്. ജാതി ഏതെന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം കേൾക്കാത്ത ഒരു അറിവ് അദ്ദേഹത്തിന് കിട്ടിയത്. ഈ മഹാത്മാഗാന്ധി വൈശ്യ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതായത് ബ്രാഹ്മണരിലും ക്ഷത്രിയരിലും താഴെയാണ്. അപ്പം ബ്രാഹ്മണനായ ഒരാൾ ക്ഷത്രിയൻ പോലുമല്ലാത്ത ഒരാളെ കാണുക എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു കാര്യമാണെന്ന് ഈ തമ്പുരാന് തോന്നി.
അപ്പം തമ്പുരാൻ പറഞ്ഞു കാണാൻ പറ്റിയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ പറഞ്ഞു അദ്ദേഹം ലോകമറിയുന്ന ഒരാളാണ്, ബ്രിട്ടീഷുകാർ പോലും കാണുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് എവിടെയും ചെല്ലാൻ അവകാശമുള്ള ഒരാളാണ്, അതുകൊണ്ട് കാണാതിരിക്കുന്നത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അദ്ദേഹത്തോട് മിണ്ടാതിരിക്കുന്നത് തെറ്റാണ്. അങ്ങനെയാണ് ഇണ്ടം തുരുത്തി മനയുടെ പുറത്ത് ഈ തമ്പുരാൻ കാണാതെ മഹാത്മാഗാന്ധിക്കിരിക്കാൻ ഒരു തട്ടുണ്ടാക്കി. ആ തട്ടിപ്പോഴും ഉണ്ട്, അത് പൊളിക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ തട്ടിലാണ് ഇന്ത്യയുടെ എല്ലാം പ്രതീക്ഷയായ, ഒരുപക്ഷെ ഇന്ത്യ തന്നെയായ, പിന്നെയാണ് അദ്ദേഹം രാഷ്ട്രപിതാവെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയാണ്. ആ ഇന്ത്യയെ പുറത്തിരുത്തിയാണ് ഈ ചെറിയ മനസ്സിൻ്റെ ഉടമയായ തമ്പുരാൻ അകത്തിരുന്നത്. മഹാത്മാഗാന്ധിക്ക് അതിനോട് ഒരു എതിർപ്പും ഉണ്ടായില്ല. ഗാന്ധി എങ്ങനെയാണ്, ക്ഷമയുടെ അങ്ങേയറ്റമാണ്. അദ്ദേഹത്തിനോട് ഈ തമ്പുരാന് മഹാത്മാഗാന്ധിക്ക് തോന്നിയത് സഹതാപം മാത്രമാണ്. ഇങ്ങനെ ഒരാളായി പോയല്ലോ, ലോകം അറിയാത്ത, വളരുന്ന ലോകത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാത്ത ഒരാളാണല്ലോ ഈ തമ്പുരാൻ എന്ന് മാത്രം ഗാന്ധി ചിന്തിച്ചു. അപ്പം ആളെ കണ്ടില്ല, ശബ്ദം മാത്രം കേട്ടു. ആ ശബ്ദത്തിൽ മഹാത്മാഗാന്ധി ആകാവുന്നത്ര അലൂടെ അഭ്യർത്ഥിച്ചത് വഴിയുണ്ടാക്കുന്ന, അധ്വാനിക്കുന്ന, ആഹാരം സൃഷ്ടിക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന, വിയർപ്പ് മണ്ണിൽ വീഴുന്ന, നമ്മൾ ധരിക്കുന്നത് പോലെ ഉടയാത്ത വസ്ത്രങ്ങൾ എപ്പോഴും ധരിച്ച് നടക്കുന്നവരല്ലാത്ത മനുഷ്യർക്ക് നടക്കാൻ വഴി കൊടുക്കണം, അത് മുടക്കരുത്. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, അവർ നടക്കാൻ പാടില്ലാത്തതായി ജനിച്ചതും ഞാൻ ഭരിക്കാൻ അവകാശിയായി ജനിച്ചതും കഴിഞ്ഞ ജന്മത്തിലെ പുണ്യം കൊണ്ടാണ്. അത് ദൈവനിശ്ചയമാണ്. ദൈവനിശ്ചയമായി ഇതിനെ ഒന്നും എതിർക്കാൻ പാടില്ല. അതുകൊണ്ട് അവർ നടക്കാൻ പാടില്ല, ഞാൻ ഭരിക്കാതിരിക്കാനും പാടില്ല. അങ്ങ് ഇത് പറഞ്ഞാൽ അങ്ങും പാവിയായി പോകും. അപ്പം മഹാത്മാഗാന്ധിക്ക് മനസ്സിലായി ഇത് തിരുത്തപ്പെടുന്നതല്ല, ഇത് പോകുന്ന അഴുക്കല്ല, ഇത് മാറുന്ന ഇരുട്ടല്ല. അതുകൊണ്ട് മഹാത്മാഗാന്ധി അദ്ദേഹത്തോട് സലാം പറഞ്ഞ് അവിടെ നിന്ന് വന്നതാണ് ശിവഗിരിയിൽ. ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ കാണുന്നത്, ഒന്ന് സമതലത്തിലാണ് വൈക്കം, അവിടെ സമത്വമില്ലാത്ത ഒരു ജാതിബോധത്തിൻ്റെ ഉടമയോടാണ് അദ്ദേഹം സംസാരിച്ച് അദ്ദേഹത്തെ നിരാകരിക്കപ്പെട്ടത്. അദ്ദേഹമാണ് ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി വർക്കല പൊതുവേ മണ്ണ് സമത്വമുള്ളതല്ല. ഒരു കുന്ന്, ഒരു കുഴി, ഒരു വയൽ, ഒരു ചാല്, ഇങ്ങനെ നിൽക്കുന്ന മണ്ണിൽ അസമത്വമുള്ള ഒരു ഇടമാണ് വർക്കല. കടൽ പോലും അങ്ങനെയാണ്. ലോകത്ത് ഈ കടലിന് മുകളിൽ മല പോലെ നിൽക്കുന്ന കുറച്ചിടങ്ങളേ ഉള്ളൂ, അതിലൊന്ന് വർക്കലയാണ്. ആ വർക്കലയിലെ ഒരു ചെറിയ കുന്നാണ്, ചെറിയ മലയാണ് ശിവഗിരി. ശിവഗിരി എന്നാണ് പേര്. വൈക്കത്ത് ശിവൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെയാണ് മനുഷ്യന് നടക്കാൻ പറ്റാത്തത്. ഇവിടെ ശിവഗിരി മല ആർക്കും ചവിട്ടിക്കയറാം. രണ്ടും ശിവനാണ്. അതായത് ശിവദേവതാ സങ്കല്പത്തിൻ്റെ പൂർണ്ണത ജീവിതത്തിൽ കൈവരണമെന്നാഗ്രഹിക്കുന്ന ഒരു ഗുരു വസിക്കുന്നിടമാണ് ശിവഗിരി. ശിവന് ദേവനായി തന്നെ വെച്ച് ശിവൻ്റെ സങ്കല്പത്തിലെ ഒരു ബോധവും നടപ്പാക്കാത്ത ഒരു ജാതിബോധത്തിൻ്റെ മലയാണ് അവിടുത്തെ മന. ഈ ചരിത്രത്തിനൊരു കാവ്യരീതിയുണ്ട്. അവസാനം ആ മന അവിടുത്തെ കടക്കാൻ പറ്റാത്ത ചെത്തുതൊഴിലാളികൾ മേടിച്ച് ഇന്ന് ആ മനയ്ക്ക് മുമ്പിൽ കെട്ടുന്നതും മലയ്ക്ക് മുകളിൽ കെട്ടുന്നതും ചെങ്കൊടിയാണ്. ചെത്ത് തൊഴിലാളികളുടെ ചെങ്കൊടിയാണ്. അപ്പോൾ ഇവിടെ വന്ന് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
14 വയസ്സിൻ്റെ കുറവുള്ള മഹാത്മാഗാന്ധി ഗുരുവിനോട് പലതും ചോദിക്കുകയായിരുന്നു. ഗുരു പലതിനും ഉത്തരം നൽകുകയായിരുന്നു. ആ ഉത്തരം നൽകിയത് കൊണ്ട് അവർ രണ്ടുപേരും തമ്മിലുള്ള സമത്വം അറ്റു എന്നോ ഒരാൾ വലുതും ഒരാൾ ചെറുതുമെന്നോ അർത്ഥമില്ല. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കണ്ടപ്പോൾ തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം. ആ സംഭാഷണമെല്ലാം ശിവഗിരി തന്നെ ശിവഗിരിയുടെ പല പ്രസിദ്ധീകരണങ്ങളിലും അന്നുള്ള പ്രസിദ്ധീകരണങ്ങളിലും ഇന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷെ അവിടെ സുകുമാർ അഴീക്കോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സുകുമാർ അഴീക്കോട് പറഞ്ഞത് അവർക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇടയ്ക്ക് ഒരു ദ്വിഭാഷീയെ ആവശ്യമായി വന്നു. കാരണം മഹാത്മാഗാന്ധിക്ക് അറിയാവുന്ന ഒരു ഭാഷയും ഗുരുവിനറിയില്ലായിരുന്നു. ഗുരുവിനറിയാവുന്ന ഒരു ഭാഷയും മഹാത്മാഗാന്ധിക്കും അറിയില്ലായിരുന്നു. ഗുരുവിന് സംസ്കൃതം അറിയാമായിരുന്നു, തമിഴ് അറിയാമായിരുന്നു, തുളു അറിയാമായിരുന്നു, മലയാളം അറിയാമായിരുന്നു. ഇതൊന്നും മഹാത്മാഗാന്ധിക്ക് അറിയില്ല. മഹാത്മാഗാന്ധിക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നു, ഗുജറാത്തി അറിയാമായിരുന്നു, ഹിന്ദുസ്ഥാനി അറിയാമായിരുന്നു, ലാറ്റിൻ അറിയാമായിരുന്നു, ഫ്രഞ്ച് അറിയാമായിരുന്നു. ഇതൊന്നും ഗുരുവിനും അറിയില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് അറിവ്? മഹാത്മാഗാന്ധിയും ഗുരുവും തമ്മിൽ കണ്ടുമിണ്ടിയത് വേറൊരാളിൻ്റെ സഹായത്തോടെ പരസ്പരം മനസ്സിലാക്കിയാണോ അവരറിഞ്ഞത്? സുകുമാർ അഴീക്കോട് പറഞ്ഞതല്ല എന്നാണ്. അവർ കണ്ടപ്പോൾ തന്നെ അറിഞ്ഞു. ഒരമ്മ കുട്ടിയെ അറിയുന്നതോ സഹോദരൻ സഹോദരിയെ അറിയുന്നതോ മിണ്ടിയല്ല, മിണ്ടാതാണ്. അവർ പരസ്പരം കണ്ണുകൊണ്ട് കണ്ടപ്പോഴേ ഗുരുവിന് മഹാത്മാഗാന്ധി ഉൾക്കൊള്ളുകയും മഹാത്മാഗാന്ധിയെ ഗുരു ഉൾക്കൊള്ളുകയും ചെയ്തു. ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് മാനവികതയുടെ ഒരു വളർച്ചയുടെ പ്രത്യേക ഘട്ടമാണ്. അപ്പോഴേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. വായിച്ചത് കൊണ്ടും കേട്ടത് കൊണ്ടും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. മറ്റെല്ലാ ആഗ്രഹങ്ങളെയും അറിയാനുള്ള ആഗ്രഹം മറികടക്കുമ്പോൾ മാത്രമാണ് ഒരറിവ് നമ്മളിൽ നിക്ഷേപിക്കപ്പെടുന്നത്. ആ നിക്ഷേപമാണ് സത്യത്തിൽ ശിവഗിരിയിലുണ്ടായത്. ഗുരുവിനെ മഹാത്മാഗാന്ധി അകത്ത് നിക്ഷേപിക്കുകയും മഹാത്മാഗാന്ധിയെ ഗുരുവിൻ്റെ അകത്ത് നിക്ഷേപിക്കുകയും ചെയ്തു. അങ്ങനെ വേണം കാണാൻ. അല്ലെങ്കിൽ പെണ്ണ് കാണുന്നത് പോലെ ഇരിക്കും. പെണ്ണ് കാണുന്നത് പോലല്ല കാണേണ്ടത്, ഹൃദയം കാണുന്നത് പോലെ കാണണം. ആ കാഴ്ചയാണ് ഇവിടെ നടന്നത്. അവർ തമ്മിൽ രണ്ട് പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ അജണ്ട നിശ്ചയിക്കുന്നത് അത് മഹാത്മാഗാന്ധി വരുമ്പോൾ ഉള്ള ധാരണയല്ല, അദ്ദേഹത്തിന് തിരിച്ചു പോകുമ്പോഴുണ്ടായത്. ഒരുപക്ഷെ ഗുരുവിനും തൻ്റെ ധാരണകളെ മഹാത്മാഗാന്ധി വളർത്തിയെടുക്കാൻ സഹായിച്ചു എന്ന് തോന്നിക്കാണും. മഹാത്മാഗാന്ധി പക്ഷേ പിന്നെയുള്ള പ്രവർത്തനത്തിൽ അത് പൂർണ്ണമായി കാണിച്ചു. അതിൻ്റെ കാര്യം 1925 ഇത് കണ്ടതിന് ശേഷം മഹാത്മാഗാന്ധി ജീവിച്ചത് 48 വരെയാണ്. അതായത് മഹാത്മാഗാന്ധി 23 വർഷം പിന്നെ ജീവിച്ചു. ഗുരു പിന്നെ ജീവിച്ചത് 3 വർഷമാണ്. 28 ഗുരു സമാധിയായി. അപ്പം ഈ കിട്ടിയ അറിവ് പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കൂടുതൽ കാലം കിട്ടിയത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി പല ചോദ്യങ്ങളും ചോദിച്ചു. അതിനൊക്കെ ഉത്തരം പറഞ്ഞു. സമരം സമാധാനപരമല്ലോ, അതിലൂടെ ഗുരു ചോദിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമൊന്ന് മഹാത്മാഗാന്ധി ചോദിച്ചു, ഈ ഹിന്ദു സമുദായത്തിലെ താഴെത്തട്ടിലെ മനുഷ്യനെ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഗുരു കൃത്യമായി പറഞ്ഞു, സമ്പത്തും വേണം, അന്തസ്സും വേണം, അധികാരവും വേണം. അപ്പം
അപ്പം ഇതിൽ മഹാത്മാഗാന്ധിയുടെ അജണ്ട, അദ്ദേഹം വിശ്വസിച്ചത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ പിന്നെ പതുക്കെ പതുക്കെ എല്ലാം കിട്ടുമെന്നാണ്. അതായത് ഒരു രാജ്യത്തിന് ആ രാജ്യത്തിലുള്ളവരെ ഭരണാധികാരികളായി കിട്ടിയാൽ ആ രാജ്യത്തിലെ എല്ലാ പ്രശ്നങ്ങളും പതുക്കെ മാറി മാറി അത് ഇരുട്ട് മാറിയ വെളിച്ചമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി തീരും എന്നത് ഗാന്ധിയുടെ വിശ്വാസമായിരുന്നു. ഗാന്ധിയുടെ വിശ്വാസം സ്വാതന്ത്ര്യത്തിലൂടെ എല്ലാം കിട്ടുമെന്നാണ്. അതായത് എൻ്റെ ജനതയെ ഞാൻ ഭരിക്കുമ്പോൾ എനിക്കുള്ളത് അവർക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ബ്രിട്ടീഷുകാർക്ക് അത് ആഗ്രഹിക്കാൻ പറ്റുകയില്ല. അപ്പം ഇന്ത്യക്കാർ ഭരിച്ചാൽ ഇന്ത്യക്ക് എല്ലാം കിട്ടാൻ അത് കാരണമാകും എന്ന്, അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി എല്ലാവരും ഒരു ജനതയായി, ഒരാത്മാവായി, ഒരു ശബ്ദമായി മാറണമെന്നാണ് ഗാന്ധി ആഗ്രഹിച്ചത്. അത് ഗാന്ധിയുടെ ഒരു വിശ്വാസമായിരുന്നു. അതല്ലെങ്കിൽ ഗാന്ധിയുടെ ഫസ്റ്റ് അജണ്ട സ്വാതന്ത്ര്യമായിരുന്നു. അതിനുശേഷമാണ് ബാക്കി അജണ്ടകളെല്ലാം. എന്നാൽ ശ്രീനാരായണ ഗുരു ഫസ്റ്റ് അജണ്ട ഏറ്റവും താഴെത്തട്ടിലെ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ് മുകൾ തട്ടിലേക്ക് വളർന്ന് അവരുടെ ഒത്തുകൂടലായി മാറി അതൊരു മഴയായി പെയ്ത് രാജ്യത്ത് മനുഷ്യന് സ്വാതന്ത്ര്യം അപ്പോൾ ബ്രിട്ടീഷുകാരന് തരേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതായത് അകത്ത് നടക്കാൻ കഴിയാത്ത, ക്ഷേത്രത്തിൽ കടക്കാൻ കഴിയാത്ത, പഠിക്കാൻ കഴിയാത്ത, പഠിച്ചാലും ജോലി നേടാൻ കഴിയാത്ത ഒരു സമൂഹത്തിന് അത് നേടിയാൽ പിന്നെ ബ്രിട്ടീഷുകാരന് പോകേണ്ടി വരും. യോജിപ്പ് താഴെത്തട്ടിൻ്റെ ഉണർവിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. ഇത് രണ്ട് അജണ്ടയാണ്. രണ്ടുപേരും സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. പക്ഷേ ആദ്യം ആർക്ക്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നതാണ് ഗാന്ധിയുടെ ഫസ്റ്റ് അജണ്ട. ഏറ്റവും താഴെത്തട്ടിലെ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായി സ്വാതന്ത്ര്യത്തിലേക്ക് എത്തും എന്നതാണ് ഗുരുവിൻ്റെ അജണ്ട. പക്ഷേ ഈ രണ്ട് അജണ്ടയും ഏറ്റുമുട്ടിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പരസ്പരം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ അജണ്ട പോലെ തന്നെ ഞാൻ അറിഞ്ഞു വേണം എന്നെ ശുദ്ധീകരിക്കാൻ. നിന്നെ ശുദ്ധീകരിക്കാൻ നിനക്കേ കഴിയൂ, എന്നെ ശുദ്ധീകരിക്കാൻ എനിക്കേ കഴിയൂ. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം സഹായിക്കാൻ കഴിയും. അത്തരം വിശ്വാസമുള്ള രണ്ട് ഇന്ത്യ ആ കാലം കണ്ട ഏറ്റവും വലിയ മനുഷ്യരുടെ ഒത്തുചേരലാണ് ശിവഗിരിയിൽ ഈ 12-ാം തീയതി നടന്നത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ഇതുണ്ടാവുന്നത്? അപ്പോൾ മഹാത്മാഗാന്ധി വിശ്വസിച്ച എങ്ങനെയാണ്? ഒരു മിനിറ്റ്. മഹാത്മാഗാന്ധി വിശ്വസിച്ച എങ്ങനെയാണ്? ഒന്ന്, നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ മഴ പെയ്യണമെങ്കിൽ മഹാത്മാഗാന്ധിയും ഗുരുവും ഒരുപോലെ വിശ്വസിച്ചത് താഴെ ഒരു ക്ഷാമമുണ്ടാവണം. ഇപ്പോൾ വീട്ടിലൊരു ക്ഷാമം ഉണ്ടെങ്കിലേ, വിശപ്പ് ഒരുപാടാണെങ്കിലേ അമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നാടുനീളെ ഒരു ഭിക്ഷ യാചിച്ചെങ്കിലും കുറച്ചരി ശേഖരിക്കാൻ തോന്നും. അപ്പം മനുഷ്യന് ക്ഷാമമുണ്ടാവണം. ഇന്ത്യയിലൊരു ക്ഷാമമുണ്ടെന്ന് രണ്ടുപേർക്കും അറിയാമല്ലോ. സ്വാതന്ത്ര്യത്തിൻ്റെ ക്ഷാമമാണ് ആ ക്ഷാമം. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യമില്ല എന്ന ക്ഷാമമാണ് ഗാന്ധിക്ക് ഏറ്റവും വലിയ വേദനയായത്. ഇന്ത്യക്കകത്ത് താഴെത്തട്ടിൽ അധ്വാനിച്ച് രാജ്യത്തെ പോറ്റുന്ന, രാജ്യത്തിന് വേണ്ടി വിയർക്കുന്ന മനുഷ്യന് സ്വാതന്ത്ര്യമില്ല എന്നതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നോവായി നിന്നത്. രണ്ടു കൂട്ടരും സമ്മതിച്ച ഒരു കാര്യം, സ്വാതന്ത്ര്യത്തിൻ്റെ ക്ഷാമം രാജ്യത്തുണ്ട്. പിന്നെ എന്താണ് വേണ്ടത്? ക്ഷാമമുണ്ടെങ്കിൽ ക്ഷാമത്തിൽ പെട്ടു നിൽക്കുന്ന മനുഷ്യർക്ക് ഒരു ക്ഷോഭമുണ്ടാവണം. അത്
എല്ലായിടത്തും ഉണ്ടാവും. ഇപ്പം ക്ഷോഭം ഉണ്ടാവുന്നതിൻ്റെ പ്രശ്നം തെറ്റായിട്ടാണ് ക്ഷോഭം ഉണ്ടാവുന്നത്. അപ്പം ശരിയായി ക്ഷോഭം ഉണ്ടാവണം. ശരിയായ ക്ഷോഭം ക്ഷാമത്തിൽ നിന്നേ ഉണ്ടാവും. അത് ബോധ്യപ്പെട്ട അറിവിൽ നിന്നേ ഉണ്ടാവും. അതിലും രണ്ടുപേരും ക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ക്ഷോഭം വികാരപരമാവരുത്, വിവേകപരമാകണം എന്ന് രണ്ടു കൂട്ടരും യോജിപ്പോടെ കരുതി. ബസ്സിന് കല്ലെറിയുന്നതല്ല ക്ഷോഭം, സെക്രട്ടേറിയറ്റിനകത്ത് കയറി മന്ത്രിയെ തല്ലുന്നതല്ല ക്ഷോഭം, അല്ലെങ്കിൽ ട്രെയിനിന് വെച്ചത് തടയുന്നതല്ല, മറിക്കുന്നതല്ല ക്ഷോഭം. ക്ഷോഭം ഒരു ക്ഷാമത്തിനകത്ത് നിന്ന് വിവേകപൂർവം മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ക്ഷോഭമുണ്ടായാൽ അത് യോജിക്കണം. ക്ഷോഭം യോജിച്ചാൽ ഒരു മേഘമുണ്ടാവും. യോജിച്ചാലേ മേഘമുണ്ടാവും, ഇല്ലെങ്കിൽ ഭീകരതയേ ഉണ്ടാവും. പാകിസ്ഥാൻ നേരിടുന്ന പ്രശ്നം അതാണ്. അവിടെ ക്ഷോഭമുണ്ട്. അവിടെ 1 കിലോ അരിക്ക് 250 രൂപയുണ്ട്, 1 ലിറ്റർ പെട്രോളിന് 300 രൂപയുണ്ട്. പട്ടിണിയാണ്. പക്ഷേ അവിടെ ജനാധിപത്യപരമായി മനുഷ്യന് യോജിക്കാൻ ഒരു മേഘമുണ്ടാവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ജനാധിപത്യം ഇല്ലെങ്കിൽ ഉണ്ടാവുന്നത് ഭീകരതയാണ്. അപ്പം ക്ഷോഭമുണ്ടാവണം, ആ ക്ഷോഭം ഒത്തുചേരണം, അത് മേഘമാകണം. മേഘമായാൽ മുകളിലേക്ക് ഉയരും. മുകളിലേക്ക് ഉയരും എന്ന് വെച്ചാൽ താഴത്തട്ടിലെ മനുഷ്യൻ്റെ അകത്തുനിന്ന് സമാധാനപരമായി ഉണ്ടാകുന്ന ക്ഷോഭം ആ ക്ഷോഭമുണ്ടാക്കിയവരുടെ മനസ്സിലേക്കും കൂടെ, മുകളിലേക്കുള്ള മനുഷ്യരിലും കൂടെ, പണക്കാരിലും കൂടെ, സവർണരിലും കൂടെ എത്താവുന്ന തരത്തിലൊരു മേഘമുണ്ടാവും. അപ്പോൾ അത് മുകളിലോട്ട് പോയാൽ അവരുടെ മനസ്സിലും നാടിൻ്റെ മനസ്സിലും പൊതുവേ ഉണ്ടാകുന്ന മാനവിക ബോധം അതിനെ തടയാനുള്ള മലയാകും. അതിനെ തടഞ്ഞാൽ അത് സ്വാതന്ത്ര്യത്തിൻ്റെ മഴയാകും. ഇങ്ങനെ ധരിച്ച 2 പേർ അന്ന് ശിവഗിരിയിൽ കണ്ടു എന്നതാണ് ആ കാണലിൻ്റെ പ്രത്യേകത. ഇനി ഞാൻ പറയുന്നത്, അവർ കണ്ട് ഗുരു വന്നിവിടെ താമസിച്ച് പിറ്റേന്ന് പോയി. അതിന് ശേഷമുള്ള ഗുരുവിൻ്റെ കൂടെ പിന്നെ മഹാത്മാഗാന്ധി താമസിച്ച് അദ്ദേഹം തിരിച്ചുപോയി. അദ്ദേഹം അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാഴ്ചകളിലെ മധുരതരമായ ഒരു ഓർമ്മയായി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു കാര്യമായി അദ്ദേഹം അത് നിലനിർത്തി. അതിൻ്റെ പ്രവർത്തനമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഐത്തോച്ചാടനമുണ്ടായിരുന്നു. മനുഷ്യൻ്റെ ഒത്തുചേരലിന്, ഈ മനുഷ്യനെതിരെ ജാതി കൊണ്ട് സൃഷ്ടിച്ച മതിലുകൾ ഒരു പ്രശ്നമാണെന്ന് മഹാത്മാഗാന്ധി കണ്ടു എന്ന് മാത്രമല്ല, മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങളിൽ നിന്നും പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാനുള്ള ചിലർ ഉയർന്നു വരണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ പല എതിർപ്പുണ്ടായിട്ടും അദ്ദേഹം അംബേദ്കറെ സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു മഹാത്മാഗാന്ധി. അംബേദ്കർ തന്നെ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഭരണഘടന എഴുതി അദ്ദേഹം ഈ ദളിതായതുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള വിവേചനം നേരിട്ട മനുഷ്യനാണ്. പക്ഷേ അത് എഴുതി അദ്ദേഹം 1949 നവംബർ മാസം 25-ാം തീയതി, 26-ാം തീയതിയാണത് എല്ലാവരുമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹം തലയ്ക്കുന്ന ദിവസം ക്ഷണിക്കപ്പെട്ട ഒരു ചെറിയ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത്, നമ്മളെ നയിക്കാൻ ഒരു ഭരണഘടന നമുക്കുണ്ടായി, പക്ഷേ നമ്മളെ നയിക്കാൻ മഹാത്മാഗാന്ധി ഇല്ലാതായി. ആ കുറവ് നമ്മൾ ഒരുമിച്ച് നികത്തിയാലേ ഇന്ത്യൻ ഭരണഘടന നല്ല അക്ഷരങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും നിറഞ്ഞതായിരിക്കും. പക്ഷെ നടപ്പാതയിൽ നയിക്കാൻ നമ്മൾ മഹാത്മാഗാന്ധിയിൽ നിന്ന് ചിലത് പഠിക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിനോടും മറ്റുള്ളവരോടും പിണങ്ങി അംബേദ്കർ 52-ൽ മന്ത്രിസഭ വിടുകയും
ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുകയും മത്സരിക്കുകയും നെഹ്റുവിൻ്റെ മാസ്മരിക സ്വാധീനം കൊണ്ട് തോൽക്കുകയും ചെയ്യുമായിരുന്നില്ല. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഈ ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചരിത്രത്തിൽ എങ്കിലെന്നതില്ല. ഇനി ഒരു അംബേദ്കർ വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഒരു മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ജനിച്ചു വന്ന് കേരളത്തിൽ ഒത്തുചേർന്ന് നമ്മളെ ഇന്നത്തെ തെറ്റുകളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ആഗ്രഹിച്ച, അങ്ങനെ ആഗ്രഹിക്കാത്തവരും ഉണ്ടാവും. ഇതൊരിക്കലും സംഭവിക്കരുതേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അവിടെയാണ് ഞാൻ ഈ ശിവഗിരിയിലെ ഇത് നടത്തുന്ന പ്രിയപ്പെട്ട സന്യാസിമാരും ബന്ധപ്പെട്ടവരും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞത്, ഇന്നവർ കണ്ടുമുട്ടിയാൽ എന്താണ് ചർച്ച ചെയ്യുക? തീർച്ചയായിട്ടും അത് ജാതിയെക്കുറിച്ച് മാത്രമാവില്ല, അത് സാധാരണ പ്രശ്നങ്ങളെക്കുറിച്ചും ആവില്ല, അത്താഴത്തെക്കുറിച്ചും ആവില്ല. അധ്വാനത്തെക്കുറിച്ച് സംസാരിക്കും, എന്നാൽ അത് മാത്രമാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പട്ടിണിയുടെ പ്രശ്നം വളരെ ഇല്ല. പിന്നെ മദ്യമൊക്കെ കഴിച്ച് വഴി വീണുപോയി കഴിക്കാൻ പറ്റാതെ കിടക്കുന്നവൻ്റെ പ്രശ്നമുണ്ട്. വീടുണ്ടെങ്കിലും വീട്ടിലെത്താത്തവൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ അത്താഴത്തിൻ്റെ പ്രശ്നമില്ല. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ആഹാരം കൂടുതൽ കഴിച്ചുണ്ടാവുന്ന രോഗങ്ങളാണ്. ആ കാലത്തുണ്ടായത് ആഹാരം കഴിക്കാനില്ലാത്തതിൻ്റെ രോഗങ്ങളാണ്. അപ്പം ആഹാരത്തിൻ്റെ പ്രശ്നമല്ല പ്രശ്നം. അന്ന് ആഹാരത്തിന് വേണ്ടി കരഞ്ഞ കുഞ്ഞ് ഇന്ന് കരയുന്നത് ആഹാരത്തിന് വേണ്ടിയല്ല, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പം നമ്മുടെ മൂല്യബോധത്തിൽ മാറ്റം വന്നു, നമ്മുടെ സ്വഭാവത്തിൽ അത് കാരണം മാറ്റം വന്നു. അപ്പം ഇന്ന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരിയിൽ വെച്ച് കണ്ടാൽ, ശിവഗിരിയിൽ വെച്ച് തന്നെ കാണണം, കണ്ടാൽ അവർ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെയും ഇന്ത്യയിലെയും വളർന്നു വരുന്ന നഗര കമ്പോളവും ആ കമ്പോളം ഉൽപ്പാദിപ്പിക്കുന്ന വർഗീയതയെയും കുറിച്ചായിരിക്കും. നമ്മുടെ എല്ലാം സ്വഭാവത്തിൽ നഗരമൂല്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഗ്രാമീണ മൂല്യങ്ങളും കാർഷിക മൂല്യങ്ങളും ഏതാണ്ടെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട്. കേരളത്തിലത് വളരെ വളരെ കൂടുതലാണ്. അപ്പം എങ്ങനെയാണ് ഈ കമ്പോള മൂല്യങ്ങളിൽപ്പെട്ട് ഐക്യത്തിൻ്റെ കരുത്ത് ചോർന്ന് ജാതിബോധത്തിൻ്റെയും മതബോധത്തിൻ്റെയും കൂടുകളിലകപ്പെട്ട് പറക്കാൻ കഴിയാതെ ചിറക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ജനതയ്ക്ക് കമ്പോള മൂല്യങ്ങളെ മാറ്റി ഗ്രാമീണ മാനവികതയുടെ പുതിയ മൂല്യങ്ങൾ നൽകി ജീവിതത്തെ പുതിയ തരത്തിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് അവരാലോചിക്കുമായിരുന്നു. എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് പറയാൻ എനിക്ക് പറ്റുകയില്ല. കാരണം അത് സർവ്വതും സമർപ്പിക്കുന്നത്. എനിക്ക് എൻ്റെ പ്രത്യേകതയുണ്ട്, എൻ്റെ അറിവിൻ്റെ പരിമിതിയുണ്ട്, എൻ്റെ അനുഭവങ്ങളുടെ പരിമിതിയുണ്ട്. ശ്രീനാരായണ ഗുരുവിന് അതുണ്ടായിരുന്നില്ല, മഹാത്മാഗാന്ധിക്കും അതുണ്ടായിരുന്നില്ല. ശ്രീനാരായണ ഗുരു കല്യാണം അദ്ദേഹത്തിന് വേണ്ടി കഴിച്ചെങ്കിലും അദ്ദേഹം അത് ഉപേക്ഷിച്ച് വീടും നാടും വിട്ടുപോയവനാണ്. മഹാത്മാഗാന്ധിയാണെങ്കിൽ കല്യാണം അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ 13ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെക്കാൾ അല്പം മാസങ്ങൾ മൂപ്പുള്ള കസ്തൂർബായെ കല്യാണം കഴിച്ച് 5 പ്രസവിച്ചെങ്കിലും 4 കുട്ടികൾ വളർന്ന് 36ാമത്തെ വയസ്സിൽ മഹാത്മാഗാന്ധി കസ്തൂർബാ ഗാന്ധിയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബത്തിന് സമർപ്പിക്കാൻ പറ്റുകയില്ല, എനിക്കെന്നെ നാടിന് സമർപ്പിക്കണം. നാടിന് സമർപ്പിക്കണമെങ്കിൽ നീയും ഞാനും ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. നമ്മളിനി സ്നേഹമുള്ള ആത്മാവ് കൊണ്ട് സ്നേഹിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരാവും, പക്ഷേ നമ്മൾ ബ്രഹ്മചാരികളായിരിക്കും. അപ്പം അങ്ങനെ ഒരു മനുഷ്യന് സർവ്വതും സമൂഹത്തിന് സമർപ്പിക്കാം. ഈ സമൂഹത്തിൻ്റെ തെറ്റുകളെ മനസ്സിലാക്കി തിരുത്തി ഡിസൈൻ ചെയ്യാം. അങ്ങനെയുള്ളവർക്കേ പറ്റൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് കഴിയുന്നവർ 2 പേർ ഒത്തുചേർന്നാൽ
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതി വച്ചിരിക്കുന്ന, നമ്മൾ ഒരുപക്ഷെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ അഹങ്കാരവും അസൂയയും അത് കാരണമുള്ള അസ്വസ്ഥതയും എല്ലാം വർദ്ധിപ്പിക്കുന്ന, ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ നമ്മളെത്തിയ, നമ്മൾ ഏതോ കാലത്ത് ആരോ സൃഷ്ടിച്ച് നമ്മളെ അടിച്ചേൽപ്പിച്ച ഈ ജീവിതത്തിലെ ഒരുപാട് മാറ്റേണ്ടത് മാറ്റാൻ അവർ പറഞ്ഞുതരും. അല്ലെങ്കിൽ അവർക്കേ പറഞ്ഞു തരാൻ പറ്റൂ. ഇപ്പം ഞാൻ ഓർക്കുന്നു, ഈ ശിവേരിയുടെ ഗുരുദേവൻ എന്ന മാസിക ഞാൻ ഇത്തവണ നോക്കി, അത് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതാം. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ മഹാത്മാഗാന്ധിയെ പോലെയും ഗുരുദേവനെ പോലെയും ഒരാളാണ്. അദ്ദേഹം ലോകത്തിലെ ഒരു മത നേതാവിനപ്പുറം ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയാണ്. അദ്ദേഹമാണ് അമേരിക്കൻ പ്രസിഡൻ്റായി ഇപ്പം ലോകത്തെ വരട്ടാൻ നിൽക്കുന്ന ട്രംപിനോട് മുഖത്ത് നോക്കി പറഞ്ഞത്, നിങ്ങളൊരു ക്രിസ്ത്യാനി അല്ലെന്ന്. ഒരു ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ ലോകത്ത് അഹിംസ കാണിക്കാൻ പറ്റുകയല്ലെന്ന്, മനുഷ്യനെ നോവിക്കാൻ പറ്റുകയല്ലെന്ന്. അത് പറയണമെങ്കിൽ മാനവികതയുടെ ഒരു പൂർണ്ണത ഉണ്ടാവണം. ആ മാനവികതയുടെ പൂർണ്ണതയാണ് മഹാത്മാഗാന്ധിയും ഗുരുവും. നമ്മളിപ്പം വിവാഹം ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വിവാഹമൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചത് എല്ലാവർക്കും അറിയാം, ചെറിയ ചെറിയ മാറ്റങ്ങളോടെ ബ്രാഹ്മണരാണ്. ആര്യബോധത്തിൻ്റെ അകത്തളത്തിലുള്ള വലിപ്പച്ചെറുപ്പത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഒരു വാക്ക് തന്നെ ഉണ്ടാവുന്നത്, പെണ്ണിനെ കെട്ടണം എന്ന്. അതായത് എവൾ ഏതോ കുഴപ്പക്കാരിയാണ്, എവളെ ഒന്ന് കെട്ടിയേ പറ്റൂ. ആ വാക്ക് മാറ്റാൻ പോലും ഞാൻ അനിതയോടുമൊക്കെ പറയുന്നു, ആ വാക്ക് തെറ്റായൊരു വാക്കാണ്. പെണ്ണ് കെട്ടിയിടേണ്ടവളല്ല. പക്ഷെ ഇതെന്നോ ഡിസൈൻ ചെയ്ത് വെച്ച ഒന്നാണ്. ആരോ ഡിസൈൻ ചെയ്ത്, ആരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ പൗരോഹിത്യം ഡിസൈൻ ചെയ്ത് വെച്ച ഒന്നാണ്. ആ ഡിസൈൻ ചെയ്ത് വെച്ചതിനെ നമുക്ക് ജനം അംഗീകരിക്കുന്ന, അതായത് ഒരാൾ ശ്രീനാരായണ ഗുരു പറഞ്ഞപ്പോൾ ജനം അംഗീകരിച്ചത്, ശ്രീനാരായണ ഗുരുവിന് പറയാൻ അവകാശമുണ്ടെന്ന് ജനത്തിനൊരു ബോധമുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞപ്പം ജനം അംഗീകരിച്ചത്, മഹാത്മാഗാന്ധിക്ക് പറയാൻ അവകാശമുണ്ടെന്ന് ജനത്തിനൊരു ബോധമുണ്ടായിരുന്നു. ഇന്ന് പലരും പലതും പറയുന്നുണ്ട്, പക്ഷേ എല്ലാവരും വിശ്വസിക്കുന്നത് ഇവർക്കൊന്നും ഇത് പറയാൻ ഒരു അവകാശവും ഇല്ലെന്നാണ്. അപ്പോൾ പറയാൻ അവകാശമുള്ള രണ്ടുപേരുണ്ടാവും. അവർക്കത് പറയാൻ അവകാശമുണ്ടെന്ന് ജനത്തിന് തോന്നണം. അവരെ ഈ നാടിന് അവരുടെ ബുദ്ധിയെയും ശരീരത്തെയും വികാരത്തെയും വിവേകത്തെയും സമർപ്പിക്കണം. അങ്ങനെ രണ്ടുപേർ ഒത്തുചേർന്നാൽ തീർച്ചയായിട്ടും ഇപ്പം കേരളത്തിലുള്ളത് ഏറ്റവും വലുതെന്ന കമ്പോളത്തിന് വേണ്ടിയുള്ള വിവാഹമാണ്. അല്ലാതെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കാനുള്ള വിവാഹമല്ല ഇപ്പോഴുള്ളത്. കമ്പോളത്തിന് വേണ്ടിയുള്ള വിവാഹം കമ്പോള മൂല്യങ്ങളാൽ നിർമ്മിതമാണ്. ഇപ്പം നമ്മുടെ കമ്പോളം മുഴുവൻ സജീവമാവുന്നത് എപ്പോഴാണ്? വിവാഹത്തിനാണ്. സ്വർണ്ണക്കട സജീവമാവും, തുണിക്കട സജീവമാവും, ഇലക്കട സജീവമാവും, കൊലക്കട സജീവമാവും, പന്തൽ സജീവമാവും, കൺവെൻഷൻ സെൻറ്റർ സജീവമാവും, സർവ്വതും സജീവമാവും. 6 മാസം കഴിയുമ്പോൾ ഡിവേഴ്സ് നോട്ടീസ് കൊടുക്കുകയും ചെയ്യും, പിരിയുകയും ചെയ്യും. അപ്പം എല്ലാം സജീവമാകുന്ന ഇതെന്തുകൊണ്ട് അവർക്ക് ഒത്തു ജീവിക്കാൻ പറ്റുന്നില്ല? അപ്പം ഈ ഡിസൈൻ ചെയ്ത് വെച്ചതിലെന്തോ തെറ്റുണ്ട്. ആദ്യത്തെ തെറ്റ്, നമ്മളെ നിയന്ത്രിക്കുന്നത് മുഴുവൻ കമ്പോള മൂല്യങ്ങളാണ്. കമ്പോളത്തിന് വേണ്ടിയാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയല്ല. നിങ്ങൾ കല്യാണം കഴിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിലെത്താൻ വേണ്ടിയാണെന്ന് കൃത്യമായി ഗുരു പറഞ്ഞു. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഇത്ര പേരേ ആകാവൂ, ലളിതമായിരിക്കണം. അപ്പം ലളിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്ങനെയാണ് ലളിതമാവുന്നത്? എല്ലാ കല്യാണത്തിനും ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈഴവരുടെ കല്യാണത്തിനാണെങ്കിൽ ഗുരുവിൻ്റെ പടം വയ്ക്കും, പക്ഷേ 501 പവൻ കാണും, മുറ്റത്തൊരു കാറ് കാണും, ഒരു 10,000 പേർക്കുള്ള വിഭവം കാണും. അതിൽ പകുതി ചിലപ്പം മാലിന്യമാകും. ഇത് ഗുരുവിൻ്റെ പടം വെച്ച് തന്നെ ചെയ്യണോ? ലളിതമാകണമെങ്കിൽ, ലാളിത്യത്തിലാണ് വിശുദ്ധമായ സ്നേഹത്തിൻ്റെ പൂ വിരിയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ
ഡിസൈൻ ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, ഈ കമ്പോളം സൃഷ്ടിക്കുന്ന മൂല്യങ്ങളുടെ പത്മവ്യൂഹത്തിനകത്താണ് നമ്മുടെ മനസ്സ് കിടക്കുന്നത് എന്നതാണ്. അവിടെ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാനാണ് ഗുരു വരേണ്ടത്, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി വരേണ്ടത്. അപ്പം ഇതെങ്ങനെ പുറത്തു കൊണ്ടുവരും? ഇത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ അത്ര വിശുദ്ധമായ തരത്തിൽ പറയാൻ അർഹതപ്പെട്ട, സൃഷ്ടിക്കാൻ അർഹതപ്പെട്ട ഒരു സംവിധാനം ഉണ്ടാവണം. ഇപ്പം നിങ്ങൾ നോക്ക്, ഇപ്പോഴത്തെ കമ്പോളത്തിൻ്റെ കല്യാണ ബോധം എന്താ? പടിഞ്ഞാറിൻ്റെ ബോധമാണ്, അമേരിക്കയുടെ ബോധമാണ്. അവരൊരു കമ്പോളവൽക്കരണ സ്വഭാവത്തിലേക്ക് മാറിയതിന് ശേഷം കമ്പോളത്തെ വളർത്താവുന്ന ശീലങ്ങളാണ് അവർ വളർത്തിയെടുത്തത്. നമുക്കും ഇപ്പം ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് ഒരു ജീവിതം മുഴുവൻ ജീവിച്ച് തീർക്കണമെന്ന് ആഗ്രഹമുള്ളവർ വളരെ കുറവാണ്. കാരണം കമ്പോളത്തിൻ്റെ ആഗ്രഹം അതല്ല. നിങ്ങൾ ജീവിതത്തിൽ ഒരു കല്യാണമേ കഴിച്ചാൽ ഒരിക്കൽ മാത്രമേ സ്വർണ്ണക്കട ചലിക്കൂ, ഒരിക്കൽ മാത്രമേ തുണിക്കടയും കമ്പോളവും ചലിക്കൂ. നിങ്ങൾ മാറി മാറി ഒരു 7 കല്യാണം കഴിച്ചാൽ 7 തവണ കമ്പോളം സജീവമാവും. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം കമ്പോളം വളരണമെങ്കിൽ മൂല്യമുള്ള മനുഷ്യർ ഉണ്ടാവരുത്. മൂല്യമില്ലാത്ത മനുഷ്യരുണ്ടെങ്കിലേ കമ്പോളം വളരൂ. ഇപ്പോൾ സന്യാസിമാരെ പോലുള്ള മനുഷ്യരുണ്ടാവുന്നു എല്ലായിടത്തും, കമ്പോളം വളരുകയല്ല. എല്ലാവരും വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ തീരുമാനിക്കുന്നു, തീർച്ചയായിട്ടും ബന്ധം പിരിയല്ല, ആ ബന്ധം നിലനിൽക്കും, പക്ഷേ ആഹാരക്കമ്പോളം വളരുകയല്ല. കമ്പോളം വളരേണ്ടതാണ് ട്രംപിൻ്റെ ആവശ്യം. കമ്പോളം വളരേണ്ടതാണ് ലോക കമ്പോളം നിയന്ത്രിക്കുന്ന മുതലാളിത്ത രാജ്യങ്ങളുടെ എല്ലാ ആവശ്യം. കമ്പോളം വളരണം. കമ്പോളം വളരണമെങ്കിൽ കമ്പോളത്തിനകത്തില്ലാത്തതെന്താ? കമ്പോളിനകത്ത് ഒരിക്കലും സമത്വം ഉണ്ടാവില്ല. ശ്രീനാരായണ ഗുരു ആഗ്രഹിച്ചെന്താ? മനുഷ്യ സമത്വമാണ്. എല്ലാവർക്കും നടക്കാനുള്ളതാണ് വഴി, എല്ലാവർക്കും കിടക്കാൻ വീടുണ്ടാവണം, എല്ലാവർക്കും തൊഴിലുണ്ടാവണം, എല്ലാവർക്കും അന്തസ്സുണ്ടാവണം. അപ്പോൾ പരസ്പരം ബഹുമാനിക്കപ്പെടും. പ്രാർത്ഥിക്കാൻ ക്ഷേത്രം എല്ലാവർക്കും ഉള്ളതാണ്, അല്ലെങ്കിൽ പള്ളി എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോഴാണ് ബഹുമാനം ഉണ്ടാകുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ഒന്നും ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും വലിയ ഇടം കമ്പോളമാണ്. കമ്പോളത്തിനകത്തൊരു ജനാധിപത്യമുണ്ട്, കമ്പോളത്തിനകത്തൊരു മതേതരത്വമുണ്ട്. പക്ഷേ അത് കമ്പോള ജനാധിപത്യവും കമ്പോള മതേതരത്വമാണ്. അതായത് അവിടെ കടക്കണമെങ്കിൽ പണം വേണം. പണമുള്ള ദളിതനും പണമുള്ള ഈഴവനും പണമുള്ള സവർണനും പണമുള്ള ക്രിസ്ത്യാനിക്കും പണമുള്ള മുതലാളിക്കും അല്ലെങ്കിൽ മുസ്ലിമിനും കമ്പോളത്തിൽ കിടക്കാം. പണമില്ലാത്ത ഈ വിഭാഗത്തിൽപ്പെട്ട ആർക്കും കമ്പോളത്തിൽ കിടക്കാൻ പറ്റില്ല. ഇനി കടന്നാൽ നിങ്ങളുടെ കയ്യിൽ 50 ലക്ഷം ഉണ്ടെങ്കിൽ 50 ലക്ഷത്തിൻ്റെ കാർ മേടിക്കാം, 10 ലക്ഷമേ ഉള്ളെങ്കിൽ 10 ലക്ഷത്തിൻ്റെ കാർ മേടിക്കാം. അതായത് അസമത്വമില്ലാത്ത ഒരു കമ്പോളമില്ല. കമ്പോളം നിലനിൽക്കുന്നത് ആർഭാടത്തിലും അസൂയയിലുമാണ്. കമ്പോളം അങ്ങനെ നിലനിൽക്കൂ. നിങ്ങൾ സ്വർണം മേടിക്കണമെന്ന് ഇപ്പം എന്തോ അക്ഷയ തൃതീയ ഇങ്ങനെ പറഞ്ഞു, അതായത് നിങ്ങൾ അന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുമെന്ന്. അങ്ങനെയാണെങ്കിൽ എത്ര ഗുണം കേരളത്തിനുണ്ടാവണമായിരുന്നു. അതായത് കമ്പോളത്തിന് ആവശ്യമുള്ള ഒരു മൂല്യം നിങ്ങളിൽ സൃഷ്ടിക്കും, നമ്മളതിൻ്റെ അടിമയാവും. ഇപ്പോൾ കേരളത്തിൽ പറയുന്ന എല്ലാവരും, ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായി പറഞ്ഞേനെ. നമ്മൾ ഈ നാട്ടിൽ മുഴുവൻ ചെറുപ്പക്കാരുണ്ട്. ഒരുമാതിരി മിടുക്കുള്ള ചെറുപ്പക്കാരെല്ലാം പുറത്തു പോവുകയാണ് പഠിക്കാൻ. ബാക്കി കുറച്ച് നാട്ടിലുണ്ട്. മിക്കവാറും എല്ലാ ചെറുപ്പക്കാരും ബൈക്കിൻ്റെ പുറത്താണ്. അവർ തറയിലിറങ്ങുന്ന എപ്പോഴാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ പെണ്ണുങ്ങളും ആണുങ്ങളും മിക്കവാറും എല്ലാം കാറിനകത്താണ്. അവർ വലിയ വീടുണ്ട്, പക്ഷേ അവർ പുറത്താണ്. ഈ വീടിനകത്ത് ആരുമില്ല. മിക്കവാറും വീടുകൾ വലുതാണ്, പക്ഷേ അടച്ചിട്ടേക്കാണ്. ഇതേത് മൂല്യമാണ്? ഇത് കമ്പോള മൂല്യമാണ്. ഈ ചെറുപ്പക്കാരെല്ലാം രാഷ്ട്രീയത്തിൽ വരുന്നില്ല, പൊതുപ്രവർത്തനത്തിൽ വരുന്നില്ല. എന്തുകൊണ്ട്? അവൻ കമ്പോളത്തിൻ്റെ കുരുക്കിലകപ്പെട്ടവനാണ്. ആ ബൈക്ക് ഓടിക്കുന്ന ചെറുപ്പക്കാരനോട് നിങ്ങൾ വിളിച്ച് ചോദിക്കുകയും, നിൻ്റെ ബൈക്ക് സ്വന്തമാണോ?
അതോ ലോണാണോ? 70% ബൈക്കും ലോണാണ്. ഈ കാറ് കൊണ്ടു കിടക്കുന്ന എല്ലാവരോടും ചോദിക്കേ, ഇത് ലോണാണോ അതോ കാശ് കൊടുത്ത് മേടിച്ചാണോ? 70% കാറും ലോണാണ്. അതായത് ഈ കമ്പോളം അവരിൽ കമ്പോളത്തിൻ്റെ ഒരു കുരുക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അതവരെ അന്തസ്സിൻ്റെ ഭാഗമായിട്ടുണ്ട്. അന്തസ്സിൻ്റെ വലിപ്പം നിലനിർത്താനാണ് അവരൊരു വാഹനം മേടിക്കുന്നത്. പിന്നെ അവരെ പ്രശ്നം അന്തസ്സ് നിലനിർത്താൻ മാസം തോറും അതിൻ്റെ തവണ അടയ്ക്കലാണ്. തവണ അടയ്ക്കാതെ അത് എല്ലാ ബാങ്കുകൾക്കും ഇപ്പോൾ ഗൂണ്ടകളുണ്ട്. ഗൂണ്ടകൾ എടുത്തുകൊണ്ട് പോയാൽ അവന് നഷ്ടപ്പെടുന്നത് കാറല്ല, അവൻ കരുതുന്നത് അതിലൂടെ അവൻ്റെ അന്തസ്സാണ്. നിങ്ങൾക്ക് ഒരു കമ്പോളം തന്നിട്ടുണ്ട്. ആ കമ്പോള അന്തസ്സ് നഷ്ടപ്പെടുമെന്നാണ് നിങ്ങൾ കരുതുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത് കമ്പോള അന്തസ്സില്ല. ജാതി കാരണമുള്ള അന്തസ്സിൻ്റെ കുറവേ ഉള്ളൂ. ഇപ്പം ജാതി കാരണമുള്ള അന്തസ്സിൻ്റെ കുറവല്ല, കടം കാരണമുള്ള അന്തസ്സിൻ്റെ കുറവാണ്. അതുകൊണ്ട് അവനൊരു പൊതുയോഗത്തിൽ വരാനും പറ്റുകയില്ല, അവന് പൊതുപ്രവർത്തനത്തിൽ പങ്കുചേരാനും പറ്റുകയില്ല, അവൻ്റെ അമ്മ അസുഖമായാൽ ആശുപത്രി കൊണ്ടുപോകാനും പറ്റുകയില്ല. കാരണം അവൻ ഈ ലോൺ അടച്ചില്ലെങ്കിൽ അമ്മ രോഗിയായി കിടന്നാലും അവൻ്റെ അന്തസ്സ് നഷ്ടപ്പെടുകയല്ല. പക്ഷേ കാറ് പോയാൽ അവൻ്റെ അന്തസ്സ് നഷ്ടപ്പെടും. ഈ ചെറുപ്പക്കാരനാണ്, ഈ കമ്പോള മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരും പ്രായമായവരുമായ മനുഷ്യരാണ്. അവരുടെ ദുരഭിമാനമാണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മനസ്സിൻ്റെ ഐക്യം തകർന്നു പോയതിൻ്റെ പ്രധാന കാരണം. അപ്പം ഇതിനെ എങ്ങനെയാണ് നമ്മൾ നേരിടുന്നത്? ഇതിനെ നേരിടാനുള്ള വഴി നമ്മുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന ഒന്ന്, പ്രത്യേകിച്ച് കൂട്ടുകുടുംബമായിരുന്ന കാലത്തുണ്ടായിരുന്ന ഒന്ന്, ഓരോ വീട്ടിലും ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഈ കൂട്ടുകുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത, ആ കൂട്ടുകുടുംബത്തിൻ്റെ വീട്ടിൽ ഒരു സന്യാസിയുണ്ട്. ആ സന്യാസി മഹാത്മാഗാന്ധിയെപ്പോലെ ഗുരുവിനെപ്പോലെ ഒരാണല്ല, അതൊരു സ്ത്രീയാണ്. അതാ വീട്ടിലെ അമ്മുമ്മയാണ്. ആ അമ്മുമ്മ സന്യാസിയെ പോലാണ്. ആഹാരം സമയത്ത് കഴിക്കാത്തവരാണ്, വെളുത്തത് ഉടുക്കാത്തവരാണ്, പൗഡർ ഇടാത്തവരാണ്, മുടി ചീകാത്തവരാണ്. പക്ഷേ തൻ്റെ വീട്ടിലെ എല്ലാവരും ആഹാരം കഴിച്ചെന്ന് ഉറപ്പിക്കുന്നവരാണ്, മുടി ചീകിയെന്നും പൗഡർ ഇട്ടെന്ന് ഉറപ്പിക്കുന്നവരാണ്, അവരുടെ സങ്കടങ്ങൾ താൻ ഏറ്റുവാങ്ങിയെന്ന് കരുതുന്നവരാണ്. തനിക്ക് അവരുടെ എല്ലാം ദുഃഖം ഇറക്കി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അതെല്ലാം കൂടെ ചേർത്ത് കറണ്ട് തന്നെ ഏതാണ്ട് മതിയായി എന്നോട് പറയുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ഉണ്ടായിരുന്നെങ്കിൽ, കണ്ടുമുട്ടിയിരുന്നെങ്കിൽ, ഈ കമ്പോള മൂല്യത്തിനെതിരെ പൊരുതാൻ കഴിയുന്ന ഏറ്റവും വലിയ ആൾ ഓരോ വീട്ടിലും ഉണ്ടാകേണ്ട ഒരമ്മുമ്മയാണ്. ഒരു സന്യാസിയെപ്പോലെ ഒരു അമ്മുമ്മ ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഈ കൂട്ടുകുടുംബം തകർത്ത് അണുകുടുംബം ഉണ്ടാക്കിയപ്പോൾ കമ്പോളം വിജയിച്ചു. കമ്പോളത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ ലളിതമായ ജീവിതം കൊണ്ട്, സ്നേഹം കൊണ്ട്, തലോടൽ കൊണ്ട്, ഒരു താരാട്ട് കൊണ്ട്, ഒരു കഥ പറഞ്ഞു കൊടുത്താൽ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ പോലും കഴിയുന്ന ഒരാൾ ഓരോ വീട്ടിലും ഉണ്ടാവണം. ഞാൻ വിശ്വസിക്കുന്നത് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും ഇന്നുണ്ടായിരുന്നെങ്കിൽ, ഇപ്പം ഇനി അണുകുടുംബത്തിൽ നിന്ന് കൂട്ടുകുടുംബമൊക്കെ സൃഷ്ടിക്കുന്നത് എളുപ്പമല്ല, എനിക്കതിന് ഉത്തരവില്ല. പക്ഷേ ഓരോ വീട്ടിൻ്റെ അകത്തേക്കും ആർഭാട ഉൽപ്പന്നങ്ങൾ വരാതിരിക്കാൻ,
അതിലൂടെ കമ്പോള മൂല്യങ്ങൾ വരാതിരിക്കാൻ, ആ വീട്ടിലുള്ളവർ തമ്മിൽ അയൽവക്കക്കാരനുമായി അസൂയ ഉണ്ടാകാതിരിക്കാൻ, അതിൻ്റെ പേരിലുള്ള സംഘർഷം ഉണ്ടാവാതിരിക്കാൻ, അവിടെ മനുഷ്യൻ്റെ ചോര വീഴുന്നതിന് പകരം കണ്ണുനീർ പരസ്പര സഹായത്തിൻ്റെത് വീഴാൻ വേണ്ടിയുള്ള ഒരമ്മയോ അമ്മുമ്മയോ ആ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ഡിസൈൻ ചെയ്യുന്ന പുതിയ കുടുംബത്തിലുണ്ടാവും. അങ്ങനെ കമ്പോളത്തെ തടയാൻ പറ്റൂ. അതിലൂടെ കമ്പോള മൂല്യങ്ങളെ തടയാൻ പറ്റൂ. ലോകത്തിലുള്ള കുറച്ച് പണക്കാർക്ക് അവരുടെ ലാഭത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന, നമ്മളെ നല്ലവരാക്കാൻ സമ്മതിക്കാത്ത ചീത്ത മനുഷ്യരെ സൃഷ്ടിക്കുന്ന, അതിലൂടെ കമ്പോളത്തെ വളർത്തുന്ന, അതിൻ്റെ സംഘർഷത്തെ ഒരു നാടിൻ്റെ എല്ലാ ചലനങ്ങളിലും ഞരമ്പുകളിലും ഏറ്റുവാങ്ങുന്ന ഒരവസ്ഥയെ ഇല്ലാതാക്കാൻ അവർ ജീവിതത്തെ ലളിതമായി പുതിയ തരത്തിൽ ഡിസൈൻ ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ ലളിതമായി ജീവിതത്തെ ഡിസൈൻ ചെയ്തു തരാൻ അർഹതപ്പെട്ടവർ അവരുണ്ടായിരുന്നെങ്കിൽ രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ധാരാളമായി രൂപപ്പെട്ടു വരും. അതൊരു പുതിയ കാലമായിരിക്കും. ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിൽ കുമാരനാശാനെ മാത്രമല്ല, കവികളെയും കലാകാരന്മാരെയും കേരളത്തിലെ സാഹിത്യകാരന്മാരെയും അമ്മമാരെയും അവരുടെ മൂല്യബോധത്തെയും കേരളത്തിലെ ജനകീയ കലയായ കഥാപ്രസംഗത്തെ പോലും സൃഷ്ടിച്ചത്. അതിലൂടെ കേരളം രൂപപ്പെടുത്തിയ ഒരു തൃപ്തിയുണ്ട്, ഒരു ലാളിത്യമുണ്ട്, പരസ്പര സഹായത്തിൻ്റെ എല്ലാ മനസ്സിലും വിരിയുന്ന പൂക്കൾ കൊണ്ട് കൊരുത്ത ഒരു മാലയുണ്ട്. അതാണ് കേരളത്തെ 60കളിൽ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ മനോഹരമായ ജീവിതമിടമാക്കി മാറ്റിയത്. ഇന്നെല്ലാം കുളമായി നിൽക്കുമ്പം അസൂയയും കുശുമ്പും മാത്രമാണ് നമുക്ക് റേഷൻ ഇല്ലാതെ കിട്ടുന്നത്. ബാക്കിയെല്ലാം റേഷനാണ്. അങ്ങനെ ആ അസൂയയും കുശുമ്പും മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ. കമ്പോളത്തിൻ്റെ തെറ്റുകളെ നമ്മുടെ വീട്ടിന് പടിക്ക് പുറത്ത് നിർത്തണം. അതിന് സന്യാസിയെപ്പോലെ ഒരാൾ വീട്ടിലുണ്ടാവണം. അത് തീർച്ചയായിട്ടും എവിടെയും ഒരു സ്ത്രീ ആയിരിക്കും. അതിനൊരു സ്ത്രൈണഭാവം ഉണ്ടാവും. അതിന് പറ്റിയ തരത്തിൽ ചില പുതിയത് ഡിസൈൻ ചെയ്ത് തരാൻ അവർ ഒന്നൊത്തുകൂടി ശിവഗിരിയിലിരുന്നാൽ കഴിയും. അത് കഴിയേണ്ടതാണ്. അതിന് നമുക്ക് ആഗ്രഹിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അഭിവാദനം.